നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 30 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബജീവിതത്തിൽ ചെറിയ കലഹങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും സാധ്യതയുള്ള ദിവസമാണിത്. ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് അപമാനത്തിന് കാരണമായേക്കാം എന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പുതിയ സ്ഥലങ്ങളിലേക്ക് മാറാനോ വിദേശ യാത്രകൾക്കോ അവസരമുണ്ടാകുമെങ്കിലും പൂർണ്ണമായ സംതൃപ്തി ലഭിക്കാൻ പ്രയാസമായിരിക്കും. ശാരീരികമായ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സംയമനം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വളരെ അനുകൂലമായ ദിവസമാണിത്. നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനും കുടുംബാംഗങ്ങളിൽ നിന്ന് വലിയ സഹായങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി, ദാമ്പത്യ ഐക്യം, തൊഴിൽ വിജയം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാതെ നോക്കണം. കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കോ ജലാശയങ്ങളിൽ നിന്നുള്ള ഭയത്തിനോ സാധ്യത കാണുന്നതിനാൽ മുൻകരുതൽ എടുക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദീർഘകാലമായി അലട്ടിയിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾക്ക് ഇന്ന് ശമനം ലഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഈ ദിവസം അവസരമൊരുക്കാം. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പ്രവർത്തനങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലും വളർത്തുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ വേണം. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ നോക്കുക ഉചിതമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക ലാഭവും ബന്ധുക്കളെ അതിജീവിക്കാനുള്ള കഴിവും ഈ രാശിക്കാർക്ക് വർദ്ധിക്കും. തൊഴിൽ രംഗത്തും വ്യക്തി ബന്ധങ്ങളിലും ഒരേപോലെ പുരോഗതി അനുഭവപ്പെടും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്ന ശുഭദിനമാണിത്. സുഖപ്രദമായ ഉറക്കവും ഭാഗ്യ അനുഭവങ്ങളും ലഭിക്കും. വളരെ കാലമായി നിലനിന്നിരുന്ന അപവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇന്ന് പരിഹാരം ഉണ്ടാകുന്നത് വലിയ ആശ്വാസം നൽകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വ്യക്തി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടാനിടയുണ്ട്. അമിതമായ അടുപ്പം ചിലപ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾക്കും മാനസിക സമാധാന കുറവിനും കാരണമായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ശ്രദ്ധ പുലർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. അനാവശ്യമായ ഭയമോ ഉറക്കക്കുറവോ മനസ്സിനെ അലട്ടിയേക്കാം. ആശുപത്രി വാസം പോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ എടുക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ വിജയവും ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ശുഭകരമായ സമയമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രവർത്തന വിജയം, ശത്രുഹാനി, വ്യവഹാരങ്ങളിൽ വിജയം എന്നിവ കൈവരും. മനസ്സന്തോഷത്തോടൊപ്പം ഭൂമി ലാഭവും ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.